ഓക്കെ, നമ്മള് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആൻഡ് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്ററും നമ്മൾ കവർ ചെയ്തു. അതുപോലെ ഇനി സിമ്പിൾ ഐഡിയ ഓഫ് ബേസിക് യൂണിറ്റ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അത്രയും കാര്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പോസിഷന് നമ്മൾ ആദ്യത്തെ 2 മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനും അതുപോലെ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പിനേഷൻ ഓർ ഡെഫിനിറ്റ് പ്രപ്പോസിഷനും അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഇവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ ഒന്നാമത്തെ ലോ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് ഒന്നുമില്ല, നമ്മള് ഊർജ സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഇത് മാസ് സംരക്ഷണ നിയമമാണ്. ഇത് അന്റോയിൻ ലാവോസിയർ ആണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റർ നമ്മൾ പഠിച്ചു. മാറ്റർ എന്താണെന്നും ദ്രവ്യം എന്നാണ് മലയാളത്തിൽ നമ്മൾ മാറ്ററിനെ പറയാ. മാറ്ററിനെ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ നോട്ടൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാരും നോട്ട് കംപ്ലീറ്റ് ആയി എഴുതിയെടുക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ മാറ്ററിനെ നമുക്കൊരിക്കലും ഡിസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല എന്നാണ് ആന്റോയിൻ ലാവോസിയറിന്റെ കെമിക്കൽ കോമ്പിനേഷനിലെ ഒന്നാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതായിരുന്നു. രണ്ടാമത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ്. അതിൽ പറയുന്നത് ജോസഫ് പ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിസ്റ്റ് ആണ് ഈ ഒരു ലോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ള കോമ്പൗണ്ടില് എക്സാക്ട്ലി സെയിം പ്രപ്പോർഷൻസില്, ഇപ്പൊ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എലമെന്റ്സുകൾ കൂടിച്ചേർന്ന്, അഥവാ മൂലകങ്ങൾ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങളാണ്. മൂലകങ്ങൾ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ മൂലകങ്ങൾ കൂടിച്ചേരുന്നത് ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും എന്നാണ് അദ്ദേഹം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഉപകാരപ്പെടും. ജോസഫ് പ്രോസ്റ്റ്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഡാൾട്ടന്റെ ഏകദേശം ഒന്ന് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ്. അത് പറഞ്ഞത് he stated that a given compound always contain exactly same proportion of element by weight. അതായത് ഒരു പ്രത്യേക കോമ്പൗണ്ട് എവിടുന്ന് ഏത് ലോകത്തുനിന്ന് എടുത്തു നോക്കിയാലും ഒരു സെയിം പ്രപ്പോർഷനിലായിരിക്കും അതിലെ മൂലകങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ടാവുക എന്നാണ് ഒന്നാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻസ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ ലോ പേര് കേൾക്കുമ്പോ ഏകദേശം രണ്ടും നമുക്ക് സെയിം ആയിട്ട് തോന്നുന്നുണ്ട്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് എന്നാണ് രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡാൾട്ടൺ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമ്മൾ അന്ന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബണും ഓക്സിജനും കൂടിച്ചേരുകയാണെങ്കിൽ നമുക്ക് കാർബൺ മോണോക്സൈഡും കിട്ടും, അതേപോലെ കാർബൺ ഡയോക്സൈഡും കിട്ടും. അപ്പോ 2 മൂലകങ്ങൾ ചേർന്നിട്ട് വ്യത്യസ്ത സംയുക്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവയിൽ ഓരോരോ സംയുക്തങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അത് കൂടിച്ചേർന്നിട്ടുണ്ടാവുക എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതിന് മറ്റൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ട് ജലം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജനും H2O, H plus O2 gives half H plus O2 gives H2O ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ H plus ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് മറ്റൊന്നുണ്ടാവുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്.
അതൊന്ന് മനസ്സിലാവാൻ പറഞ്ഞു മാത്രം. നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഞാൻ തന്ന നോട്ടിലുള്ള ഉദാഹരണം മാത്രം ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡായിട്ട് പോകുന്നത്. അടുത്തത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഗേ-ലുസാസ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഇത് ആ പേര് പോലെ തന്നെ ഗേ-ലുസാസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 1808 പ്രപ്പോസ് ചെയ്തതാണ്. ഇതിൽ പറഞ്ഞത് പറഞ്ഞാല് ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ അഥവാ വാതകങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് അവര് ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വാതകങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു സെയിം ടെമ്പറേച്ചറും പ്രഷറും ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ആ വാതകങ്ങളെ ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും കൂടിച്ചേരുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാർബൺ ഒരു വാതകമാണ്, ഓക്സിജൻ ഒരു വാതകമാണ്. ഇവ രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് CO2, അപ്പൊ ഒരു കാർബണും 2 ഓക്സിജനും. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ 1:1 എന്നിങ്ങനെ അങ്ങനെ കൂടിച്ചേരുമ്പോ ഒരു അനുപാതത്തിലായിരിക്കും. ഈ ലോസ് ഒക്കെ പറയുന്നതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ ഡെഫിനിഷന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് ഒരു മാറ്റം ഉണ്ടാവും എന്ന് മാത്രം. അപ്പൊ ഇത് പറയുന്ന ഇതില് ഒരു കണ്ടീഷനും കൂടി കൊടുക്കുകയാണ്, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് ഇതില് അടിവര ഇടേണ്ട ഒരു കാര്യം. അതായത് മറ്റുള്ള ലോനെ ഒക്കെ അപേക്ഷിച്ച് ഇതിൽ പറയുന്നത് ഒരു സെയിം ടെമ്പറേച്ചർ, ഒരേ ഊഷ്മാവ്, അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസും അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറും ഉള്ള ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാല് അതില് കാർബണും ഓക്സിജനും പോലെയുള്ള വാതകങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും. കെമിക്കൽ അവ തമ്മില് രാസപ്രവർത്തനം നടന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരേ അനുപാതത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഗേ-ലുസാസ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന സമയത്ത് പറയുന്നത് when a gaseous combine or are produced in a chemical reaction, ഒന്നെങ്കിൽ ഗ്യാസുകള് 2 ഗ്യാസസ് കൂടി ചേർന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി ഗ്യാസസ് ഉണ്ടാവുക. അങ്ങനത്തെ സമയത്ത് all gases are at the same temperature and pressure. പിന്നെ ഇവ കൂടി സിമ്പിൾ റേഷ്യോയിലായിരിക്കും അവ ഉണ്ടാവുക. എപ്പോൾ അതിനൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? അതൊന്ന് എഴുതിയെടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ മലയാളത്തില്? ഒന്ന് പറയൂ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ മലയാളത്തില്? സ്റ്റുഡൻസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. കിട്ടിയോ? ആ ഡെഫിനിഷനിൽ ക്ലിയർ ആണ് കേട്ടോ. ഹലോ, ഓക്കെ. ഇനി അടുത്തത് അവഗാഡ്രോ ലോ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഒരു ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, അവഗാഡ്രോ ലോ. അതായത് ഇപ്പൊ നമ്മള് ഒരേപോലുള്ള പിന്നെ അടപ്പുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള 3 പാത്രങ്ങൾ എടുത്തെന്ന് വിചാരിക്കുക. അതില് ഒന്നില് ഒരളവ് ഓക്സിജന്, അതേപോലെ അവിടെയുള്ള ടെമ്പറേച്ചറും പ്രഷറും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ഫ്രിഡ്ജ് പോലുള്ള ഒരു സിസ്റ്റം, അതിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രഷറും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഇത് കൃത്യമായി അവിടെ വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ഒരു ചേംബറില് ഒരു ബോട്ടില്, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമ്മൾ ഓക്സിജൻ നിറയ്ക്കുന്നു. അതേപോലെ ഒരു ബോട്ടിൽ നമ്മള് പിന്നെ കാർബൺ നിറയ്ക്കുന്നു. ഒരു ബോട്ടിൽ നമ്മള് നൈട്രജൻ നിറയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഇതിൽ 3ലും ഉള്ള തന്മാത്രകളുടെ എണ്ണം സെയിം ആയിരിക്കും എന്നാണ്
അവഗാഡ്രോന്റെ ലോ പറയുന്നത്. അതായത് ഈക്വൽ വോളിയംസ് ഓഫ് എ ഗ്യാസ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നമ്മൾ 3 പാത്രം എടുക്കുകയാണ്, 3 ഒരേപോലത്തെ പാത്രം എടുക്കുകയാണ്. എന്നിട്ട് 3 ഒരേപോലത്തെ പാത്രത്തില് കൃത്യമായിട്ട് നമ്മള് 3 ഗ്യാസ് കൃത്യമായിട്ട് നിറയ്ക്കുകയാണ്. 3 ഗ്യാസ് നിറയ്ക്കുന്ന സമയത്ത് 3 ഗ്യാസ് നിറയ്ക്കുന്ന സമയത്ത് അതിലുള്ള തന്മാത്രകൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, വ്യത്യസ്ത ഗ്യാസ് ആണെങ്കിൽ അതിൽ ഈക്വൽ ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ സെയിം എണ്ണമായിരിക്കും അതിന്റെ ഉള്ളിൽ. അപ്പൊ ഓക്സിജന്റെ ഓക്സിജന്റെ ഇപ്പൊ ഒരു 1000 മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത്ര തന്നെ ആയിരിക്കും നൈട്രജൻ ഉണ്ടായിരിക്കുക. എത്രയാണോ അതിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം അത് കറക്റ്റ് സെയിം ആയിരിക്കും. അതാണ് അവഗാഡ്രോന്റെ ലോ പറയുന്നത്. ഒന്നും കൂടി നമ്മൾ ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കാം. Equal volume of gas contain the same number of molecules. അതായത് അതിന്റെ പ്രത്യേകത എന്താണ്? ആ ചേംബർ എടുക്കുന്ന സമയത്ത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ചേംബർ എന്താണ് ഈക്വൽ വോളിയത്തിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ നോക്കൂ, അത് നമ്മൾ വോളിയം ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെ വോളിയം ഒരേപോലെ നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിറച്ചിരിക്കുന്ന ഓരോ വാതകത്തിന്റെ വോളിയം എന്തായിരിക്കും? ഡബിൾ ചെയ്യും. അതാണ് അവഗാഡ്രോന്റെ ലോ പറയുന്നത്. അപ്പോ പിന്നെ അവഗാഡ്രോസ് ലോയില് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒന്നും കൂടി നമ്മളെ ഡെഫിനിഷനിലേക്ക് ഒന്ന് നോക്കാം. അവഗാഡ്രോ 1811 അവഗാഡ്രോ ഈ ലോ പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒരേ വോളിയത്തിൽ ഉണ്ടാവും അറ്റ് എ പ്രസന്റ് ടൈം എന്നാണ് അവഗാഡ്രോ ലോ പറയുന്നത്. വളരെ ഈസിയാണ്. നമുക്ക് ഒരേപോലെയുള്ള വോളിയത്തിലാണെങ്കിൽ ഒരേ പ്രഷറും ടെമ്പറേച്ചറും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇത്രയും 4 ലോസ് ആണ് കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, അത് പ്രോസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അതേപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഗേ-ലുസാസ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. അതിൽ പറഞ്ഞത് തന്നെയാണ്, ഒരു ഗ്യാഷ്യസ് റിയാക്ടന്റ് ആണ്. അവിടെ ഗേ-ലുസാസിന്റെ ഗ്യാഷ്യസ് വാതക തന്മാത്രകളാണ് അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ വാതക തന്മാത്രകൾ പരിഗണിക്കണം. അതുപോലെ അതിന്റെ ടെമ്പറേച്ചറിന്റെയും അതുപോലെ പ്രഷറിന്റെയും കണ്ടീഷൻസ് നമ്മൾ പരിഗണിക്കണം. പിന്നെ അടുത്തത് അഞ്ചാമത്തെ ലോ ആയിട്ടുള്ള അവഗാഡ്രോ ലോയും ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് എ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന തത്വവും നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കൃത്യമായി കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ ഏതെങ്കിലും ലോ ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഇത് കൃത്യമായിട്ട് പേര് എഴുതിയിട്ട് അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. ഒന്ന് പറയൂ, ഏതെങ്കിലും വീണ്ടും മിസ് അവഗാഡ്രോസ് ലോ ഇപ്പൊ പറഞ്ഞതാണോ എഴുതേണ്ട? ലോസ് ചോദിക്കുമ്പോ മാം ഫസ്റ്റ് പറഞ്ഞതാണോ? ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതാണോ എഴുതേണ്ടത്? ഞാനൊരു നോട്ട് തരാം. ഇതിന് ശേഷം ഞാനൊരു നോട്ട് എഴുതി വെച്ച നോട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ നിന്ന് എടുക്കുന്ന ടെക്സ്റ്റുകൾ ആയതുകൊണ്ട് കുറേം കൂടിയും വേർഡ്സ് ഒക്കെ ഒരുപാട് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ തരുന്ന ഒരു അവഗാഡ്രോ ലോനെ പറ്റിയിട്ട് ഒരു നോട്ട് തരാം കേട്ടോ. ഇത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെൻഡ് ചെയ്യാം. അപ്പൊ അതില് എക്സാമ്പിൾ അടക്കം, അത് സംഭവം ഒന്നുമില്ല. 3 ഒരേപോലത്തെ പാത്രം എടുത്തിട്ട്, അടച്ചു വെച്ച വെസൽ എടുത്തിട്ട് 3ലും നമ്മൾ വ്യത്യസ്ത വാതകങ്ങൾ നിറച്ചു കഴിഞ്ഞാല്
കറക്റ്റ് അപ്പൊ വോളിയം സെയിം ആയിരിക്കുമല്ലോ. അതേപോലെ പ്രഷറും ടെമ്പറേച്ചറും കൂടി സെയിം ആയ ഒരു സിസ്റ്റത്തിൽ അത് വെക്കുകയാണെങ്കിൽ അതിലുള്ള തന്മാത്രകൾ നമുക്ക് എണ്ണാനൊന്നും പറ്റില്ല. പക്ഷെ അഥവാ എണ്ണുകയാണെങ്കിൽ അത് മൂന്നും സെയിം ആയിരിക്കും എന്നാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അതാണ് നമ്മൾ അതിൽ പറയാനുള്ളത്. ഓക്കെ, റെഡി അല്ലേ? ഇനി ഞാന് പിന്നെ ഞാൻ എഴുതിയ നോട്ട് എല്ലാം നിങ്ങൾക്ക് അയച്ചും തരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ അല്ലേ? ഒന്ന് ചോദിക്കാട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഹെഡിങ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡാൾട്ടനെ. നമ്മൾ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അഥവാ ആറ്റോമിക് തിയറിയുടെ ഉപജ്ഞാതാവാണ് ആര്? ജോൺ ഡാൾട്ടൺ. അദ്ദേഹം 1809 കാലഘട്ടത്തില് ഈ ഒരു സംഭവം ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രീന്റെ ഈ അണുസിദ്ധാന്തത്തിന്റെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് തിയറി ആയിരുന്നു. ഇപ്പം നമ്മളത് ആ തിയറി പ്രകാരം ഒരുപാട് മുന്നോട്ട് പോയി. അദ്ദേഹം പറഞ്ഞ തിയറികൾ പലതും പിന്നെ നമ്മള് പല പല പരീക്ഷണങ്ങളിലൂടെ അതൊക്കെ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും കെമിസ്ട്രീന്റെ ഒരു ബേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എല്ലാ പരീക്ഷണങ്ങൾക്കും ഒരു അവലംബമായ ഒരു തിയറി ആയിരുന്നു. അപ്പോ അതിൽ ഉള്ള പോസ്റ്റുലേറ്റ്സ് കൃത്യമായിട്ട് അതും തന്നെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടും അയച്ചു തരുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് നോക്കാം. അത് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പം വല്ലതും മലയാളത്തിൽ വേണം എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഞാൻ മലയാളത്തിലുള്ള നോട്ട്സും കൂടി അതിനോടൊപ്പം അയക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ലേ എക്സാം എഴുതുക അല്ലേ? അതെ. അപ്പൊ പക്ഷെ എന്നാലും നമുക്ക് മലയാളം കിട്ടുമ്പോ ഒന്നും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇതില് ഗേലുസാസ് ലോസ് അങ്ങനത്തെ ലോ ഒക്കെ മലയാളത്തിൽ കിട്ടുമ്പോ നമുക്കത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവുകയാണ് ചെയ്യുക. പക്ഷെ പിന്നെ ഈ ഡാൾട്ടന്റെ ലോ ഒക്കെ മലയാളത്തിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവുകയാണ് ചെയ്യുക. അപ്പൊ ചിലത് മലയാളത്തിൽ അവൈലബിൾ ആയതൊക്കെ മലയാളത്തിൽ ഞാൻ തരാം കേട്ടോ. ബാക്കി നമുക്ക് വിശദീകരിച്ച് അങ്ങനെ പഠിക്കാം. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പറയാണേ. അതിൽ ഒന്നാമത്തെ തിയറി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രീന്റെ ബേസ് ആണ്. ഒന്നാമത്തെ തിയറി matter is made up of extremely small indivisible particles called atoms. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റം എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു മാറ്റർ നമ്മൾ പറഞ്ഞു. എന്താണ് മാറ്ററിന് സോളിഡ്, എല്ലാ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ. അതിനെ നമ്മൾ മുറിച്ച് ഏറ്റവും സ്മോളസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അതിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അവസാനത്തെ ഒരു കണിക എത്തുകയാണ്. അത് കാണാനൊന്നും പറ്റില്ല. ആ സംഭവം എത്തുകയാണ്. മിസ് ഈ കാണിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തില്ലല്ലോ. ഏത് ഡാൾട്ടൺ ലോയോ? ഡാൾട്ടൺ ലോയിൽ ഈ 5 എണ്ണം കാണിക്കുന്നത് സെയിം അല്ലെന്ന് തോന്നുന്നു. ഏത് 5? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ, അതാണോ? അതെ. ഇതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിലുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള വേർഷനിലാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായാലല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഡാൾട്ടൺസ് ലോ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. അപ്പൊ അതിലുള്ള സംഭവം ഇത് വെച്ചൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിരിക്കും. ഇനി വേണമെങ്കിൽ ടെക്സ്റ്റത്തെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, ഇതാവും സിമ്പിൾ എന്ന് തോന്നുന്നു. കാരണം ഇത് നോക്കൂ, മാറ്റർ ഈസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് പറയാം.
matter is made up of extremely small indivisible particles called atoms. അതായത് മാറ്റർ വളരെ ചെറിയ പിന്നെ നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത പാർട്ടിക്കിൾ ആയിട്ട് അവസാനം എത്തുന്ന കണികനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട് സൈസ് ആൻഡ് മാസ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അതായത് ഈ ഭൂമിയിൽ എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിൽ ചെന്നാലും, ഇനിയിപ്പോ അവിടെ ഹൈഡ്രജൻ കണ്ടാലും, ഇന്ത്യയിലെ ഹൈഡ്രജൻ കണ്ടാലും, ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാ വഴിയിലും ഒരേപോലെ ആയിരിക്കും. അതിന്റെ സൈസ് ആവട്ടെ മാസ് ആവട്ടെ അതിനൊന്നും യാതൊരു മാറ്റവും കാണാൻ സാധിക്കുന്നതല്ല. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട് സൈസ് ആൻഡ് മാസ്. അടുത്തത് മൂന്നാമത്തെ, ഈ രണ്ട് കൺസെപ്റ്റും ക്ലിയർ അല്ലേ? ഡാൾട്ടന്റെ ഫസ്റ്റ് കൺസെപ്റ്റ് ഓൾവേസ് ഈസ് ഫസ്റ്റ് ആണ്. അതായത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. നമ്മുടെ ഈ ദ്രവ്യത്തിന് ഏറ്റവും ചെറിയ ഒരു പാർട്ടിക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തുന്ന ആ ഒരു പാർട്ടിക്കിളിലെ ഒരു മാറ്ററിന്റെ എല്ലാ സ്വഭാവം അടങ്ങിയ ഒരു പാർട്ടിക്കിളിലേക്ക് നമ്മളെത്തും. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞത് ഒരു എലമെന്റിന്റെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഒരുപോലെ ആയിരിക്കും. അത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും, അതിന് ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ഒക്കെ ഹൈഡ്രജൻ എപ്പോഴും ഹൈഡ്രജൻ ആയിരിക്കും. അതിന്റെ സൈസും മാസും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ അടുത്തത് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ്. ഇപ്പൊ കാർബണും ഓക്സിജനും എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംസ് ഡിഫറെന്റ് തന്നെ ആയിരിക്കും. ദേ പൊസസ് ഡിഫറെന്റ് സൈസസ്. കാർബണിന്റെ സൈസ് ആയിരിക്കില്ല ഓക്സിജന്റെ സൈസ്. അതുപോലെ കാർബണിന്റെ ഷേപ്പ് ആയിരിക്കില്ല ഓക്സിജന്റെ ഷേപ്പ്. കാർബണിന്റെ മാസ് ആയിരിക്കില്ല ഓക്സിജന്റെ മാസ്. കാർബണിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ല. കാർബൺ എന്ന് പറഞ്ഞാൽ കരിയാണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വസിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മള് ദേ ആർ ഡിഫറെന്റ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് മേ കമ്പൈൻ വിത്ത് ഈച്ച് അതർ ഇൻ എ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്സ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംയുക്തം ഉണ്ടാവാം, കോമ്പൗണ്ട് ഉണ്ടാവാം. അതുപോലെ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംയുക്തം ഉണ്ടാവാം. അപ്പോ ഇങ്ങനെയുള്ള സംയുക്തം ഉണ്ടാവുന്ന സമയത്ത് അവ ഒരു വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഒരു കാർബണും രണ്ട് ഓക്സിജനും 1:2 ചേരുകയാണെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഒരു കാർബണും ഒരു ഓക്സിജനും 1:1 എന്ന ഒരു മെത്തേഡിൽ ചേരുകയാണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. ഇങ്ങനെ നമ്മള് ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ആറ്റംസ് ഉണ്ടാവുന്നത്, തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം നമ്മൾ മാറ്ററിനെ പറ്റി പറഞ്ഞ അതേ കാര്യമാണ് അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ്സിൽ പറയുന്നത്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതായത് ആറ്റംസ് ആർ ഇൻഡെസ്ട്രക്റ്റബിൾ. അതായത് ആറ്റത്തിന് ഒരിക്കലും നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റൂല എന്നൊക്കെ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയിൽ പറയുന്നു. ഇതൊരു ക്ലാസിക്കൽ തിയറിയാണ്. പക്ഷെ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ആറ്റത്തിന് നമുക്ക് വിഭജിക്കാൻ പറ്റും. ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ട്, ആറ്റത്തിന്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ അത് പക്ഷെ ഒരു സെയിം സ്വഭാവം അടങ്ങി. അത് ഇലക്ട്രോൺ ആയ പിന്നെ ഇലക്ട്രോൺ മാത്രമായി മാറില്ല. അപ്പൊ ആറ്റം വിഭജിച്ച ആറ്റം മറ്റെന്തൊക്കെയോ ആയി മാറും. പക്ഷെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ക്യാരക്ടറാണ്. അത് കാർബണിന്റെ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എല്ലാ സ്വഭാവവും അതിൽ കാണാൻ പറ്റും. അത് പിന്നെ വിഭജിച്ചാൽ പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയി മാറുമല്ലോ. പക്ഷെ പിന്നെയുള്ള സ്റ്റഡീസിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് വിഭജിക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡാൾട്ടന്റെ തിയറീനെ ചോദ്യം ചെയ്തിട്ടാണ് പിന്നീടുള്ള ശാസ്ത്രശാഖകളൊക്കെ വളർന്നത്. എന്നിരുന്നാലും ആറ്റോമിക് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന അർത്ഥത്തിലും കെമിസ്ട്രീന്റെ ഒരു ആദ്യകാല രസതന്ത്രത്തിന്റെ ഒരു ആറ്റോമിക സിദ്ധാന്തത്തിന് തുടക്കമിട്ടത് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ ജോൺ ഡാൾട്ടനെ തന്നെയാണ് നമ്മൾ ആറ്റോമിക് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലാണ് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് എലമെന്റ്,
എന്താണ് പിന്നെ ഇപ്പൊ നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഹീലിയം contains only one kinds of atom. എലമെന്റ്സിൽ ഓക്സിജൻ contains only, അതായത് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂലകങ്ങൾ. അതാണ് എലമെന്റ്സിന്റെ ഒരു മലയാള മീനിങ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ എന്നാണ്. മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം വരുന്ന സംഭവത്തിനാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ക്ലിയർ ആയി കിട്ടണം. അപ്പൊ അതായത് ഓക്സിജന് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സംയുക്താണ്. എന്നാൽ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലകാണ്. ഹീലിയം എന്ന് പറഞ്ഞാൽ ഒരു മൂലകാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലകമാണ്. അപ്പൊ ഇതൊക്കെ ഓരോരോ യുണീക്ക് ആയിട്ടുള്ള ഓരോരോ സാധനങ്ങളാണ്. അപ്പൊ ഇതിനാണ് കണ്ടെയ്ൻസ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ് എന്നാണ് നമ്മൾ പറയാ. അതിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയാ. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കൂ, ഓയും ഓക്സിജന്റെ 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, O2 ഉണ്ടാവുന്നത്. അതേപോലെ ഹൈഡ്രജന്റെ 2 ഒരുപോലെയുള്ള ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് H2 ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെ നമ്മള് ഹൈഡ്രജന് ഓക്സിജന് ഇവ ഹൈഡ്രജന്റെ 2 ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുന്നു. അതുപോലെ 2 ഓക്സിജൻ കൂടി ചേർന്നിട്ട് O2 ഉണ്ടാവുന്നു. അതിൽ ഈ ഓന്ന് മാത്രല്ലേ, ഓക്സിജനിലെ ഒരു O മാത്രമാണ് എന്ത് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹീലിയം ഒരു എലമെന്റ് ആണ്. 2 ഇപ്പൊ ഓക്സിജനും കൂടി ചേർന്നിട്ട് O2 ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ തന്മാത്ര എന്നാണ് പറയുക, അഥവാ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. O ഒരു ഓക്സിജന്റെ ആറ്റമാണ്. O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ ഈ ടേംസ് ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് റിമെമ്പർ ചെയ്യണം എന്ന് മാത്രം. അപ്പൊ ഇത്രയും കാര്യമാണ് ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയിൽ ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മോൾ കൺസെപ്റ്റ് ആണ്. മോൾ കൺസെപ്റ്റില് നമുക്ക് പറയാനുള്ളത് സോറി ഓക്കെ ഓക്കെ. ഇനി സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മോൾ കൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. മോൾ കൺസെപ്റ്റിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ പിന്നെ എന്താണ് മോൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഒരു ചക്ക, ഒരു മാങ്ങ എന്നിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ചക്കയും ഒരു മാങ്ങയും എന്താ സെയിം അല്ല. അതേപോലെ ഇപ്പൊ ഒരു ഹൈഡ്രജന് ഇത്ര ഹൈഡ്രജൻ ഇത്ര ഓക്സിജൻ എന്ന് പറയുന്ന സമയത്ത് രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ് നമ്മൾ അളന്നെടുക്കുന്നത്. അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഞാൻ തരാം. പിന്നെ ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് which contains the same number of elementary particles as the number of atom in 12 gram of carbon 12. അതായത് കാർബൺ 12 ഐസോട്ടോപ്പിലുള്ള അത്രയും എത്ര ആറ്റങ്ങളാണോ അത്രയും ആറ്റം വെച്ചിട്ട്, ഇപ്പൊ ഒരു തുലാസിൽ നമുക്ക് കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ്, കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് എടുത്തിട്ട് ഒരു തുലാസിന്റെ കട്ടയാക്കിയിട്ട് എടുത്തിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ ഓക്സിജന്
മറ്റുള്ള തുലാസിന്റെ ബോക്സിലേക്ക് നമുക്ക് വെയിറ്റ് അളക്കേണ്ട ബോക്സിലേക്ക് ഇത്രയും ഗ്രാം ഓക്സിജൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും സെയിം ആവണ സമയത്ത് ഉണ്ടാവുന്നതാണ് 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മള് മോൾ കൺസെപ്റ്റ് ആണ് പറയുന്നത് അല്ലെ. നമ്മളൊരു അവഗാഡ്രോ നമ്പർ എന്നുള്ള ഒരു സംഭവം നമ്മളൊന്ന് നോട്ട് ചെയ്യാനുണ്ട്. ഒന്ന് പിന്നെ നമ്മള് 6.022 into 10⁻23 ഈ ഒരു നമ്പർ ഉണ്ട്. ഈ ഒരു നമ്പർ ഒരു കെമിസ്ട്രി സ്റ്റുഡന്റ് എന്ന നിലക്ക് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു നമ്പറാണ്. അതായത് ഒരു മോൾ ഓഫ് ഓക്സിജനില് ഇത്രയും എമൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ ഒരു മോൾ ഹൈഡ്രജനില് 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി ഓക്സിജന്റെ കേസിലാവട്ടെ ഒരു മോൾ ഓഫ് ഓക്സിജനില് 6.022 into 10⁻23 പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതേപോലെ ഇനി കാർബൺ ആവട്ടെ, കാർബൺ നമ്മള് ദ്വയാറ്റോമികമല്ല, സിംഗിൾ ആയിട്ട് ഏകാറ്റോമികമാണ്. അതായത് അപ്പോ അതിൽ കാർബൺ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലെന്തുണ്ടാവും 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു നമ്പറിനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറയുന്നത് 6.022 into 10⁻23 പാർട്ടിക്കിളിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഗ്രാം കാർബണിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഈ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ മോൾ കൺസെപ്റ്റ് പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് നമ്മൾ പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. 6.022 into 10⁻23 പാർട്ടിക്കിളിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. 6.022 into അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 6.022 into 10⁻23 പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 മോൾ മേ ബി കൺസിഡേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 into 10⁻23 പാർട്ടിക്കിൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് എന്ന് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ പിന്നെ സെൻഡ് ചെയ്ത് തരാം. അപ്പോ ആദ്യം നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കിയാൽ മതി. അതായത് ഓക്സിജൻ O2 എടുത്തു കഴിഞ്ഞാലും, അതുപോലെ ഹൈഡ്രജൻ H2 എടുത്തു കഴിഞ്ഞാലും, അതേപോലെ നൈട്രജൻ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിന്റെ ഉള്ളില് 6.022 into 10⁻23 എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജന്റെ 6.022 into 10⁻23 പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 മോൾ ഓഫ് ഓക്സിജൻ എന്ന് പറയും. അത് ഒരു ഓക്സിജൻ ആറ്റെടുത്ത് നമ്മൾ പാർട്ടിക്കിൾസ് എണ്ണി നോക്കിയ 1 മോള് ആക്കുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 6.022 into 10⁻23 പാർട്ടിക്കിൾസ് എടുത്ത് കൗണ്ട് ചെയ്യണം. അതേപോലെ ഇനി ഓക്സിജൻ മോളിക്യൂൾസിൽ എടുത്ത് നോക്കിയാലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് തന്നെയാണ് ഉണ്ടാവുക. ഇനി N2 നൈട്രജൻ N2 എടുത്ത് നോക്കിയിട്ട് നമ്മൾ എത്ര പാർട്ടിക്കിൾസ് അതിലുണ്ട്? 1 മോൾ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? 6.022 into 10⁻23 എന്ന് പറഞ്ഞതായിരിക്കും മോൾ കൺസെപ്റ്റില് വരുന്നത്. അപ്പൊ ഈ മോൾ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തവരുണ്ടോ എന്ന് പറയാം. അതിന് നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. മോൾ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇതിന് നമ്മള് ഡെഫിനിഷൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിൽ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 mole is defined as a amount of a substance which contains the same number of elementary particles as the number of the atoms in 12 gram of carbon 12 isotope എന്നാണ് ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ അത് ഒന്നുമില്ല, നമ്മൾ ഒരു തുലാസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് കാർബൺ 12 ഐസോട്ടോപ്പ് വെച്ച് കഴിഞ്ഞാല് ഇപ്പുറത്ത് അതിന് സെയിം അളവിൽ എത്ര ഓക്സിജൻ ആണ് കിട്ടുന്നത്? അതിനെ നമ്മൾ 1 മോൾ ഓക്സിജൻ എന്ന് പറയും. എന്നിട്ട് ആ 1 മോൾ ഓക്സിജൻ എടുത്തിട്ട് നമ്മൾ അതിലുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം
കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? ഈ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ നമ്മൾ എന്താക്കണം, അതിനെ മനസ്സിലാക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. 1 mole is defined as the amount of substance which contains the same number. ഇത് ഞാൻ നോട്ട് തരാം കേട്ടോ, നോട്ട് തരാം. നമ്പർ ഓഫ് ദ same number of elementary particle as the number of the atoms in 12 gram of carbon 12 isotope. The number of the atoms in 12 gram of the carbon 12 isotope. അപ്പൊ നമുക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 6 ഇതിനെയാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ NA എന്നാണ്. NA അവഗാഡ്രോ നമ്പർ. ഇതില് അവഗാഡ്രോ നമ്പർ, ഇത് അവഗാഡ്രോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ ഒരു അവഗാഡ്രോ നമ്പർ ഡിഫൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മോളാർ മാസ് ഇൻ ഗ്രാം. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP. ഇത് നിങ്ങൾക്ക് ഇപ്പം ഇത് മനസ്സിലാക്കി വെക്കേണ്ടതില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. STP എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ള ഒരു സംഭവമാണ് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം മോൾ കൺസെപ്റ്റ് മാത്രം ഇന്ന് ഒന്ന് പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എ മോൾ മേ ബി കൺസിഡേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. ഇത് വളരെ ബേസ് ആണ്, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോൾ കൺസെപ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുവരെ ഉള്ളതില് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി അടുത്തത് അതില് അവഗാഡ്രോ കോൺസ്റ്റന്റും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു, ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി കഴിഞ്ഞു, അതുപോലെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് കഴിഞ്ഞു. ഇനി സിമ്പിൾ ഐഡിയ ഓഫ് ദ ബേസിക് SI യൂണിറ്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. സിമ്പിൾ ഐഡിയ ഓഫ് ദ ബേസിക്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കഴിഞ്ഞു, ഡാൾട്ടന്റെ തിയറി കഴിഞ്ഞു, കൺസെപ്റ്റ് ഓഫ് എലമെന്റ്സ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇതിന്റെ നോട്ട് ഞാൻ പറയാം. മോൾ കൺസെപ്റ്റ് എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ നോട്ട് അത് ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് വിടാം. അതുപോലെ കൗണ്ടിങ് ആൻഡ് വെയിങ് ഓഫ് ദ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസും ഇനി എടുക്കാണ്ട് അവഗാഡ്രോ കോൺസ്റ്റന്റ്. അത് നമ്മൾ മോൾ കൺസെപ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ പറഞ്ഞൊരു സംഭവമാണ്. 6.022 ഇൻറ്റു 10⁻23 നമ്മൾ അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കൗണ്ടിങ് ആൻഡ് വെയിറ്റിംഗ് ഓഫ് ദ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. കൗണ്ടിങ് ആൻഡ് വെയിറ്റിംഗ് ഓഫ് ദ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഞാൻ അതിന്റെ നോട്ട്സ് ഒന്നും എന്റെ കയ്യിൽ അവൈലബിൾ അല്ല. ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് ഈ സമയം വെച്ച് അതിന്റെ ഇപ്പൊ ചെയ്തൂടെ? ഹലോ, എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പറയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ. ഹലോ, പറ.
സെക്കൻഡ് ലോന്റെ ലോസ് ഓഫ് ഡിഫിനൈറ്റ് പ്രൊപ്പോർഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഏതാണ് ഈ പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്നുള്ളതാണോ? ഇതാണോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലേ? അതായത് he stated that given compound always constant exactly the same proportion of elements. ഇതല്ലേ മോളെ, ഇതല്ലേ? ഹലോ. This law was given by a French chemist Joseph. അതിൽ പറയുന്നത് എന്താ വെച്ചാല് ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നാണല്ലോ ഇതിന്റെ ഒരു മീനിങ്. അതായത് ഇപ്പൊ ഒരു കോമ്പൗണ്ട് ഓൾവേസ്, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനെ നമുക്ക് 2 ഡിഫറെന്റ് മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. എങ്ങനെയൊക്കെ നമ്മൾ കിട്ടുക? ഒന്ന്, കാർബണിനെ കത്തിച്ചു കഴിഞ്ഞാൽ ബേണിംഗ് ഓഫ് കാർബൺ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതേപോലെ ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ഹീറ്റ്, കാൽഷ്യം ഓക്സൈഡ് ഹീറ്റ് ചെയ്താലും നമുക്ക് പിന്നെ കിട്ടും. അതേപോലെ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മാർബിൾ ഇട്ട് കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതായത് ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പക്ഷെ എങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കിട്ടുന്നത് ഒരു 3:8 എന്നുള്ള ഒരു അനുപാതം പ്രൊപ്പോർഷനിലായിരിക്കും. ഇതാണ് ഇത് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണം വെച്ച് പിന്നെ നമ്മള് പിന്നെ ഡെഫിനിഷൻ വെച്ച് പറയുന്ന സമയത്ത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതൊരു സെയിം മാസിന്റെ ഒരു പ്രൊപ്പോർഷൻസിലായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്ക് കിട്ടാറുണ്ട്. കിട്ടുന്ന സമയത്ത് ഏത് മെത്തേഡിൽ നമുക്ക് കിട്ടിയാലും കാർബണും ഓക്സിജനും ഒരു കൃത്യമായ ഒരു അനുപാതത്തിലായിരിക്കും എന്തായിട്ടുണ്ടാവുക, കൂടിച്ചേർന്നിട്ടുണ്ടാവുക. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പിന്നെ അതില് പിന്നെ അവഗാഡ്രോ ലോ ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിന്റെ ഒരു ബേസ് ആണ്. അതേപോലെ മാറ്റർ എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.